എല്ലാവർക്കും നമസ്കാരം. അക്യുഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഹായ് സാർ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ. നമ്മൾ നോർമലി കേരളത്തിൽ പലതരം ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതിൽ വൈ ഡു പീപ്പിൾ ചൂസ് അക്യുപങ്ക്ചർ? അതർവൈസ് ഹൗ ഡു ആക്സെപ്റ്റ് അക്യുപങ്ക്ചർ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ചികിത്സാ രംഗം പല തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ചികിത്സിക്കുന്ന സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. താരതമ്യേന മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളമാണ് ഈ ചികിത്സാ രംഗത്ത് മുൻപന്തിയിൽ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ചികിത്സാ രംഗത്ത് മുൻപന്തിയിലാകുമ്പം ആളുകൾക്ക് ആരോഗ്യം കിട്ടേണ്ടതുണ്ട്. അസുഖവുമായി വരുന്ന രോഗികൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരവ് സാധ്യമാണെങ്കിൽ ഓക്കെ, ഈ പറയുന്നത് കറക്റ്റാണ്, ചികിത്സാ രംഗത്ത് മുൻപന്തിയിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇന്ന് എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും അത്യാധുനിക സംവിധാനങ്ങളും അത്യാധുനിക ചികിത്സാ രീതികളും ഒക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും രോഗികൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ശമനം കിട്ടാത്തൊരവസ്ഥയാണ് നമുക്കിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അക്യുപഞ്ചർ ചികിത്സയിലേക്ക്, പ്രത്യേകിച്ച് സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ ചികിത്സയിലേക്ക് ആളുകൾ നിരന്തരം ഈ ഒരു ചികിത്സയുടെ മഹത്വം മനസ്സിലാക്കി ഇതിൻ്റെ റിസൾട്ടുകളെ കേട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ആളുകളുടെ അനുഭവങ്ങളൊക്കെ തിരഞ്ഞു പിടിച്ച് അവരെ കോണ്ടാക്ട് ചെയ്തു. ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പേഷ്യൻസ് വന്നിരുന്നു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവർ ഇതുപോലെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരാളുടെ അനുഭവം കേട്ടിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. ഈ വ്യക്തി, ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമുള്ള വ്യക്തിയുടെ അതേ അസുഖം തന്നെ ഈ വ്യക്തിയുടെ അയൽവാസിക്ക് ഇതേ അസുഖം ഉണ്ടായിരുന്നു. അവർ അലോപ്പതി ട്രീറ്റ്മെൻറ്റാണ് സ്വീകരിച്ചത്. അവർ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ച് അവർക്ക് കൂടുതൽ പ്രയാസം അധികരിക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ അവർ അതേസമയം അവർ അക്യുപഞ്ചറിലേക്ക് വരികയും അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് പലതരത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക്. പക്ഷെ അവർക്ക് അസുഖത്തിന് ഘട്ടം ഘട്ടമായി നല്ലൊരു സുഖം, നല്ലൊരു ആശ്വാസം കിട്ടുന്നത് കണ്ടപ്പം ആ വ്യക്തി ഈ ഒരു ചികിത്സയിൽ, അക്യുപഞ്ചർ ചികിത്സയിൽ തന്നെ തുടരുകയും ഇപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ശമനം കിട്ടുകയും ചെയ്തു. അങ്ങനെ അനുഭവസ്ഥരിലൂടെയാണ് ആളുകൾ അക്യുപഞ്ചറിലേക്ക് കടന്നു വരുന്നത്. അക്യുപഞ്ചർ ചികിത്സ എന്ന് പറയുമ്പം വലിയ പരസ്യങ്ങളൊന്നുമല്ല ഇതിൻ്റെ വളർച്ചയുടെ പിന്നിലുള്ള രഹസ്യം. അനുഭവസ്ഥരായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സിച്ച് ആ ഒരു റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഈ ഒരു ചികിത്സയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ പല പേഷ്യൻസും നമ്മുടെ അടുത്ത് പല രീതിയിലും, അതായത് ഇന്ന രോഗത്തിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ, അത് ഇപ്പോൾ ഡയാലിസിസോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് പേഷ്യൻസിനെ കിട്ടുന്നതായിരിക്കില്ല നമുക്ക് കുറച്ചും കൂടി നന്നാവാന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ശരീരം കൂടുതൽ ഡാമേജ് ആവുന്നതിന് മുമ്പ് അക്യുപഞ്ചറിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അവർക്ക് മരുന്നിലൂടെ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെ ഒന്നും അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കും. അതിലൂടെ അവർക്ക് പൂർണ്ണമായിട്ട് മറ്റ് മരുന്ന് കഴിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ട്രീറ്റ്മെന്റിലേക്ക് വരുന്ന ആളുകളെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. നോർമലി പേഷ്യൻസ് പറയുന്നതൊക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ? അതോ അങ്ങനെ അതല്ലാതെ തന്നെ രോഗങ്ങൾ മാറുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? എങ്ങനെ തോന്നാറുണ്ട്? തീർച്ചയായും നമ്മൾ പേഷ്യൻസ് വരുന്നത് അവരുടെ അസുഖങ്ങൾ മാറാനാണ്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളുകൾക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്. അവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് നല്ല രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണ് കുറച്ചുകൂടി റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുന്നത്. നോർമലി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് കൂടുതലും കാണുന്നത്. ഇപ്പോഴത്തെ ഒരു യൂത്ത് ആയാലും അവർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ പോകുന്നതാണ്. അപ്പം ഫുഡായാലും അവരുടെ ഉറക്കമായാലും കംപ്ലീറ്റ് അവരുടെ കാര്യങ്ങളും
അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ഒരു സ്റ്റൈലിലേക്ക് ആയി കഴിഞ്ഞു. അപ്പം സാറിനെ സംബന്ധിച്ച് ഇനി യൂത്തിനോട് പറയാനായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ, അതോ ഇങ്ങനെയൊന്ന് ജീവിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയാൻ എന്തെങ്കിലും സൈഡിൽ നിന്ന് എന്തെങ്കിലും പറയാൻ? എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇന്നത്തെ യുവ സമൂഹം ഒരു ഒബ്സർവേഷൻ മെൻറ്റാലിറ്റി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ചെറുപ്പക്കാരിലാണ് പലതരത്തിലുള്ള അസുഖങ്ങളും പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് പെട്ടെന്ന് അസുഖത്തിന് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യമാണ് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ ജീവിതശൈലിയും ശരിയായ ചികിത്സാ രീതികളും തിരഞ്ഞെടുക്കാൻ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്.